ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എണീച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ എണീച്ച് ആദ്യം തന്നെ ഒരു ചായ ഇട്ട് കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അമ്മ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവിൻ്റെ. അപ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്ന പോകാനായിട്ട് അപ്പമൊക്കെ ചൂടാനായിട്ട് അമ്മ അങ്ങോട്ടേക്ക് ഒരു ദിവസം പോയിട്ടാണേ. ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ കുറേ ആയി, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പം എടുത്ത് ഞാൻ വേണ്ടി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഗാലറി നോക്കിയപ്പോഴാണ് കണ്ടത്, സ്റ്റോറേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡിലീറ്റ് ആക്കാൻ വേണ്ടി നോക്കിയപ്പം ആണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പം തന്നെ എടുത്ത് ചെയ്യാൻ കരുതി. അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചപ്പാത്തി ആൻഡ് മുട്ടക്കറിയാണ്. അപ്പോൾ ഞാനത് മുട്ട അടുപ്പത്ത് വെച്ചതിന് ശേഷം ചോറുണ്ടല്ലോ അത് തിളപ്പിച്ച് വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളമെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ധനുഷൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിൽ നോക്കുന്നത് വേറെ ഒന്നുമല്ല, ക്യാമറ ഓണല്ലേ എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് മിക്കപ്പോഴും പറ്റുന്നതാണ് ക്യാമറ ഓൺ ചെയ്യാണ്ട് എന്താ പറയുക വീഡിയോ റെക്കോർഡായി എഴുതും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചില സമയത്ത് അത് കാണത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ആ വിൻഡോ തുറന്നിടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ എഗ്ഗ് കറി ഉണ്ടാക്കാനുള്ള ഉള്ളി, തക്കാളി ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ ചായയും കൂടെ കുടിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ മുറിച്ചിട്ടു. ഇനി നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ അത് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പുറം ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വെച്ച് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് അതൊന്ന് നല്ല രീതിക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വിൻഡോ വഴി ഇങ്ങനെ പുറത്തേക്ക് നോക്കാനൊരു പ്രത്യേക വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ രാവിലത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ, ആ ഒരു വെയിലടിക്കുന്നുണ്ട്. ആ ഒരു വെയിൽ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സങ്കടം ഫീൽ ചെയ്യാറുണ്ട്. അത് ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇന്നെന്താ കറി വെക്കുക എന്നുള്ളതാണ് തിരയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഹസ്ബൻഡിന് പടവലങ്ങേൻ്റെ വറവ് ഭയങ്കര ഇഷ്ടമാണ്, അതും വെള്ളരിക്ക പുളിങ്കറിയും. അപ്പോൾ ധനുഷിന് ഇടയ്ക്കൊന്ന് പോയി നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഹസ്ബൻഡ് എവിടെയോ പോയിട്ടുണ്ട്, എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ ആയല്ലോ, ഒരു മാസം മുന്നേ എടുത്ത് വെച്ചൊരു വ്ളോഗാണല്ലോ. അപ്പോൾ ഞാൻ എന്താ വെള്ളരിക്ക കട്ട് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റേ പടവലങ്ങയും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മൊത്തമൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ എന്താ അതൊക്കെ കഴുകി എടുത്തിട്ട് വരുന്നുണ്ട്. അതിൻ്റേതായ പാത്രങ്ങളും എടുത്തിട്ടുണ്ട് മുറിച്ച് അപ്പം തന്നെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളരിക്ക കട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലിടയ്ക്ക് നമ്മളെ ചോറ് തന്നെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്, അതൊന്ന് വാർക്കാം. അപ്പോൾ ചോറൊക്കെ അവിടെ വാർത്തതിന് ശേഷം ഞാൻ അടുത്തത് ആ കറീനെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ, മുട്ട. അപ്പോൾ ഇനി അതിലിടയ്ക്ക് നമ്മളെ വെള്ളരിക്ക അപ്പുറത്തുനിന്ന് അത് വേവാകുന്ന സമയത്ത് നമ്മളിവിടെ വെള്ളരിക്കും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പണി പെട്ടെന്ന് തീരും കേട്ടോ. ആ ഒരു സമയം എന്താ പറയുക, അതവിടുന്ന് പതക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് പെട്ടെന്ന് പണി ഇറങ്ങും. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ച വെള്ളരിക്കും കാര്യങ്ങളൊക്കെ. ഇനി അതിലേക്ക് വേണ്ടുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി ഇവയൊക്കെ ചേർക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനെപ്പോഴും എണീക്കുന്നത് 7 മണിക്ക് തന്നെയാണ്. അത് ഞാനിനിയിപ്പം ഇവിടെ ഒറ്റക്കാണെങ്കിൽ കൂടി പണികളൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് ഒരു 8:45 സമയം ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ടാകും കേട്ടോ. കാരണം ആ സമയത്തൊക്കെ ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ആ സമയത്ത് എങ്ങനെ പോയാലും ഒരുങ്ങും. പിന്നെ ഇവിടെ എല്ലാ പാചകവും ഗ്യാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പണി ഒരുങ്ങും. ഇനി നമ്മളിതാ തേങ്ങ കറിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കിതുപോലെ രാവിലെ പണികളൊക്കെ ഒരുങ്ങി പിന്നെ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം. പിന്നെ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതുണ്ടോ അപ്പുറത്തെ കുക്കറിൻ്റെ എയർ ഞാൻ കളയുന്നുണ്ട്. ഇപ്പം മിക്സീനെയും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, മിക്സീൻ്റെ ജാറും കൂടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങ കറിയിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധനുഷ് ബേബി ഇതാ വീണ്ടും ഞാൻ നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. ആൾ ഉറങ്ങിക്കോട്ടെ, നല്ല ഉറക്കിലാണ് കേട്ടോ. അവനെ നമ്മൾ എണീച്ച് വരുമ്പം തന്നെ താഴത്തെ ബെഡ്റൂമിൽ കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. മേലെ അവനെ ഒറ്റയ്ക്ക് എടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുണ്ട് താഴെ പോരും. അപ്പോൾ ഞാനിതാ ചപ്പാത്തി, ഇത് നമ്മളെ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് ഞാനത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക, അങ്ങനെ അങ്ങ് പെട്ടെന്ന് പണി ഒരുങ്ങിയല്ലോ. എനിക്ക് ചപ്പാത്തി പരത്താൻ ഞാനത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ. എനിക്കത് ആകും, പക്ഷേങ്കിൽ അങ്ങനെ പെട്ടെന്ന് പരത്തി തീരത്തില്ല കേട്ടോ. ആദ്യമൊന്നും എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ഇപ്പം ചപ്പാത്തി ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉണ്ട്, അപ്പോൾ ആ ഒരു രാത്രിയിൽ അധികം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും.
അങ്ങനെ ചപ്പാത്തി പരത്തി അത് എനിക്ക് എന്താ പറയുക പരത്താനൊക്കെ ആവും നീറ്റായിട്ട്. പക്ഷേ കുറേ ആൾക്ക് ഒന്നിച്ച് ഒരുപാട് ഉണ്ടാക്കാൻ എനിക്ക് കുറേ സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചപ്പാത്തി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് പടവലങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ അങ്ങനത്തെ സംഭവങ്ങൾ അതിൽ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് ഞാൻ കുത്തിയെടുക്കുകയാണ് ആ ഒരു ഇതിലിടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ചെറിയ ഉരൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് എന്താ പേര് പറയാനുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ കുഞ്ഞുരൽ എന്നാണ് ഇതിനെ പറയാറ്. അപ്പോൾ ഞാനിത് അതിലേക്ക് ആ കൂട്ടുകളൊക്കെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പ്ലേറ്റിലുള്ളതും കൂടെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ചായയും കൂടെ വെച്ചിട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ മുട്ടത്തൊലി നമുക്ക് നല്ല കിടിലൻ ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് മുട്ട ഇതുപോലെ ഡ്രൈ ആക്കി കറി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. എല്ലാ പണിയും ഏകദേശം ഒരുങ്ങി. കിച്ചൺ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു കേട്ടോ. വറവാണ് ലാസ്റ്റ് അടുപ്പത്തുള്ളത്. അതും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എല്ലാ പണിയും ഒരുങ്ങി. അപ്പോൾ ലാസ്റ്റ് ഞാൻ വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. തൻഷുവിന് കട്ടൻ ചെയ്യണം. അവന് പാൽ അലർജീൻ്റെ പ്രശ്നമുണ്ട്, പാൽ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ഇന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ അടുത്തത് പാത്രം കഴുകുന്നതാണ്. ആ ഒരളവ് വെയിലുണ്ടല്ലോ അത് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ വെയിൽ വീഡിയോയിലായാലും നേരിട്ട് കാണുമ്പോഴായാലും ഭയങ്കര സങ്കടം ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാ പണിയും ഒരുങ്ങി കിച്ചണൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി അടുത്ത പരിപാടി തൻഷു ബേബിനെ എണീപ്പിക്കണം, പല്ല് തേപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. ഇല്ലേ എണീച്ചല്ലോ. ഇതല്ലേ പിന്നെ ഇതാരാ വെച്ചോ. അടുത്ത പരിപാടി ഹസ്ബൻഡ് സാമിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത്. തൻഷുവിന് ചായ കൊടുത്തതിന് ശേഷമാണ് അലക്കുക. അപ്പോൾ ഞാൻ എന്താ ബക്കറ്റിൽ തുണിയൊക്കെ കൊണ്ടിടാണ് കേട്ടോ അലക്കാൻ വേണ്ടി. അങ്ങനെ തൻഷു ബേബി എണീച്ചിട്ടുണ്ട്. ഇനി പല്ല് തേപ്പിക്കുക, ചായ കുടിക്കുക. ചായയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചു കേട്ടോ. എന്തിനീ വേഗമാ ചായ കുടിക്കാനായി. വീഴും. ഇപ്പോഴാണ് ഹസ്ബൻഡ് നേരത്തെ എവിടെയോ പോയിന്നറിയില്ല, അമ്പലത്തിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായത്. പ്രസാദം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറേ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴേ എന്തായിരുന്നു എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഹസ്ബൻഡ് സംഭവങ്ങളൊക്കെ എനിക്കെടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജ്യോതി ചേച്ചി. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ഫ്രണ്ട് മീൻസ് അമ്മയുടെ ഭയങ്കര കാര്യമാണ് ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിക്ക് കുറേ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ പല്ലീനെയൊക്കെ എന്താ പറയുക പായിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ലിക്വിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇനിതാ പല്ലൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. ആ ഒരു ഏരിയയിൽ പിന്നെ പല്ല് വരത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ അച്ഛനിത് ഇളനീർ കൊണ്ടുവന്നിട്ടുണ്ട് തൻഷുവിന് കൊടുക്കാനായിട്ട്. അത് കൊത്തി കൊടുക്കുമെന്ന്. അച്ഛൻ ഏറ്റാണല്ലോ, അച്ഛൻ ഏറ്റുകാരനാണ് കേട്ടോ. തൻഷുവിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൾപ്പ് കഴിക്കത്തില്ല, പക്ഷേ വെള്ളം ഇഷ്ടമാണ്. അവ പ്ലേറ്റ് കാണിക്കാലോ, പാട്ട് കാണിക്ക്. നീ കുടിക്കുവാ? കുടിക്ക്. അപ്പൊ അതിന്ന് തന്നെ നല്ല രീതിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻഷു ആ സ്ട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അവന് ഇഷ്ടമാണ് സ്ട്രോ ഒക്കെ വെച്ച് കുടിക്കാനായിട്ട്. അപ്പോൾ സ്ട്രോ കഴുകിയിട്ട് ഞാൻ അതിൻ്റെ അതിട്ടെടുത്ത്
അപ്പോൾ ഉള്ളിലത്തെ സാധനം കഴിക്കത്തില്ല. ഞാൻ ഒരു വട്ടം അവന് ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തപ്പോൾ അവനത് കുടിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു സാധനം അവൻ കഴിക്കുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാ? ഇങ്ങനെയല്ല സൂപ്പറാക്കുക. ഇങ്ങനെയാ സൂപ്പർ നോക്കുക കേട്ടോ ഗൈസ്. ഇവരോടാറാ ഓക്കെ. ഞാൻ കുടിക്കേ മറിയും മിക്കവാറും അത് മറിക്കും ഗൈസ്. മറിക്കാണ് കുടിക്കണം കേട്ടാ. അപ്പോൾ എൻ്റെ തലയിലൊരു വെള്ളപ്പാണ്ട് പോലെ ഉണ്ടോ, അത് മുട്ടത്തോട് പൊടിച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് ആക്കിയതാണ് കേട്ടോ. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ചെറിയ ചെറിയ മുടികളൊക്കെ വളരെ പെട്ടെന്ന് കിളിർത്ത് വരാനായിട്ട് ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.